ഈ ആമയിഞ്ചൻ തോട്ടിലെ മാലിന്യത്തെ ചൊല്ലിയുള്ള വാക്പോര് തുടരുകയാണ് റെയിൽവേയും കോർപ്പറേഷൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെയ് 7-നും 17-നും കോർപ്പറേഷൻ നൽകിയ നോട്ടീസ് റെയിൽവേ അവഗണിച്ചു എന്നുള്ളതാണ്. 3 തവണ കത്ത് നൽകിയിട്ടും മാലിന്യം നീക്കാൻ റെയിൽവേ തയ്യാറായില്ല. ജില്ലാ കളക്ടർ അയച്ച കത്തിനും നടപടിയില്ല. കത്തുകളുടെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൽ തേനംപറമ്പിൽ നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. അതായത് നിലവിൽ ഇപ്പോൾ അതായത് ഈ സംഭവം ഉണ്ടായി, ജോയിയെ കാണാതായ ആ നിമിഷം മുതൽ റെയിൽവേയും കോർപ്പറേഷനും ആരാണ് ഈ വിഷയത്തിൽ ഉത്തരവാദി, അല്ലെങ്കിൽ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ഇങ്ങനെ നടക്കുന്നുണ്ട്, വാക്പോര് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അത്യന്തം ഗൗരവതരമായിട്ടുള്ള ഒരു കത്ത് നമ്മൾ ഈ പുറത്തുവിടുന്നത്. എന്താണ് കത്തിലെ ഉള്ളടക്കം? ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിന് കാരണക്കാരാര് എന്ന ചോദ്യവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്നതാണ്. കോർപ്പറേഷനും റെയിൽവേ അധികൃതരും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ തർക്കം നടക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇരു കൂട്ടരും. അതായത് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഒഴുകിയെത്തുന്ന മാലിന്യം എത്രത്തോളം ഉണ്ട് എന്ന്. അത് കോർപ്പറേഷൻ പരിധിയിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യമാണ് എങ്കിൽ, ഈ ടണലിൽ അകത്തേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അതിലൂടെ വെള്ളം ഒഴുകി പോകാൻ പോലും കഴിയാത്തത്ര വിധത്തിൽ അവിടെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഈ കോർപ്പറേഷന്റെ നോട്ടീസ് റെയിൽവേ അവഗണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മെയ് 7-നും 17-നും കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു, പക്ഷേ അത് മാറ്റാൻ അവർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ജൂൺ 19-ന് ഈ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി കോർപ്പറേഷന് നോട്ടീസ് ഉണ്ടായിരുന്നു. ആ വിഷയത്തിലും റെയിൽവേയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനക്കം ഉണ്ടായതായി കാണാൻ കഴിയില്ല. ജില്ലാ കളക്ടർ അയച്ച കത്തിനും എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാൻ റെയിൽവേ തയ്യാറായില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഒഴുകിപ്പോയ മാലിന്യം കൊച്ചുവേളിയിൽ അടക്കം കൂമ്പാരമായി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ പറയുന്ന രക്ഷാപ്രവർത്തനം ഇത്രയും വൈകുന്നതിന് കാരണം, അല്ലെങ്കിൽ ജോയി എവിടെ എന്നുള്ള കാര്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് പറ്റാത്തതിന് കാരണം ഇവിടെ കുമിഞ്ഞുകൂടിയ മാലിന്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് രാവിലെ ഇപ്പോൾ നേവിയുടെ സഹായത്തോടു കൂടി തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനാണ് തീരുമാനം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അത് തുടങ്ങുകയാണ്. നേവിയുമായി സബ് കളക്ടർ അടക്കമുള്ളവർ ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം എങ്ങനെ വേണം ഇനിയുള്ള രക്ഷാപ്രവർത്തനം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷമാകും ഉദ്യോഗസ്ഥർ ഈ താഴേക്ക് ഇറങ്ങുക. നിലവിൽ എന്തായാലും ടണലിനുള്ളിൽ നിന്നും ജോയി പുറത്തേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ടണലിനുള്ളിൽ തന്നെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അഥവാ ശക്തമായ മഴയായിരുന്നു ജോയി അതിലേക്ക് വീണുപോയ സമയത്തുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ ടണലിന് പുറത്തേക്ക് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാണ്. ഇന്നിപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുറത്തുള്ള പരിശോധനയും, ഈ ടണലിന് പുറത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്തുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ആ ഒരു ഭാഗമുണ്ട്, അവിടേക്കുള്ള പരിശോധന കൂടി ഇന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ടണലിന്റെ ഏകദേശം ഭൂരിഭാഗം സ്ഥലങ്ങളിലും, ഇറങ്ങാൻ കഴിയുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും സ്കൂബ ഡൈവിംഗ് ഉദ്യോഗസ്ഥർ ഇറങ്ങി അവിടെ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പണയം വെച്ച് അവിടേക്ക് ഇറങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പല സാഹചര്യങ്ങളിലും അപകടം മുന്നിൽ കണ്ടാണ് ഉദ്യോഗസ്ഥർ തിരിച്ചു കയറിയത്. അതിനാൽ കത്താണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തെരച്ചിൽ പുരോഗമിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോർപ്പറേഷൻ, അപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്ത് അവഗണിച്ചു എന്നത് വ്യക്തമാകുന്നതിന് തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. അത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ മേയറൊക്കെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് വിമർശനത്തിനുള്ള സമയമല്ല എന്നുള്ള കാര്യവും ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു, മിനിസ്റ്റർ കാര്യം വ്യക്തമാക്കിയിരുന്നു, ഒപ്പം തന്നെ ജില്ലാ കളക്ടർ കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സമയത്ത് ഇപ്പോഴും നമുക്ക് തർക്കിക്കേണ്ടുന്ന സമയമല്ല. ഒരു മനുഷ്യൻ ഇപ്പോഴും ആ ചെളിയിൽ ആഴ്ന്നു പോയിട്ടുണ്ട്. ആ മാലിന്യത്തിൽ എവിടെയോ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നേവിയുടെ നേതൃത്വത്തിൽ.